ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല എന്നാണ് സുപ്രീം കോടതി ഇതേക്കുറിച്ച് പറഞ്ഞത്. സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തു എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് അല്പം മുമ്പ് ദില്ലിയിൽ നിന്ന് വന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ഇപ്പോൾ തൃശ്ശൂരിൽ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രതിനിധി ജോയിന്റ് സെക്രട്ടറി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം അതിലേക്കൊന്ന് പോകാം. ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഇത് പറഞ്ഞു തുടങ്ങിയതാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ തലേ ദിവസം ഇങ്ങനെയൊരു വിധി വരാറുണ്ട്, ഞങ്ങൾ കഷ്ടപ്പെടാറുണ്ട്. ഇപ്രാവശ്യം പക്ഷേ അതിന് കുറച്ച് മുമ്പ് വന്നു. പക്ഷേ ഇതിപ്പോൾ എന്താ വെച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളെയും എല്ലാ പള്ളിപ്പെരുന്നാളുകളെയും നേർച്ചകളെയും ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് സുപ്രീം കോടതി അന്തിമമായിട്ട് ഇപ്പോൾ ഒരു വിധി പറഞ്ഞ് സ്റ്റേ തന്നിരിക്കുന്നതാണ്. വലിയ ആഹ്ലാദമാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഉത്സവ സീസൺ തുടങ്ങിയിരിക്കുന്ന വലിയ ആശങ്കയിലായിരുന്നു. എങ്ങനെ പൂരം നടത്തുമ്പോൾ ഞങ്ങളുടെ തിരുവമ്പാടി വേലയാണ്, പാറമേക്കാവ് വേലയാണ്, മറ്റ് തൃശ്ശൂർ പൂരം, മറ്റുള്ള ഉത്സവങ്ങൾ, ഉത്രാലിക്കാവ് പൂരം, അങ്ങനെ കുന്നംകുളത്തൊക്കെ ഒരുപാട് ഇപ്പോൾ കുംഭഭരണി അങ്ങനെയൊക്കെ വരാറായി. അപ്പോൾ എല്ലാവരും വളരെ ആശങ്കയായിട്ടുള്ള നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ തിരുവമ്പാടി പാറമേക്കാവ് ദിവസം സുപ്രീം കോടതിയെ സമീപിച്ചു. അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടായി. അതെല്ലാ ഈശ്വരന്മാരെയും ഞങ്ങളെ എന്താ കാത്തു സൂക്ഷിച്ചു. എന്താ വെച്ചാൽ ഈ ഒരു ആചാരം നിലനിന്ന് പോകണമെന്ന് എല്ലാ ഈശ്വരന്മാരും വിചാരിച്ചുകൊണ്ടാണ് ഇന്നൊരു സ്റ്റേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ പ്രതിസന്ധി മറികടയിൽ പൂരത്തിൻ്റെ പ്രധാന ഒരുക്കങ്ങളിലേക്ക് കടക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ ഓൾറെഡി കടന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഈ സ്റ്റേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് അത് കിട്ടുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഇനി ഇത് നിലനിന്ന് പോകണം എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഇനി അതിനുള്ള ഒരു ചട്ടക്കൂട് ഇനി ഇങ്ങനെ NGOs വന്ന് ഇടയിൽ ഓരോ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഇടയിൽ കയറി വെടിക്കെട്ടായാലും എല്ലാ കാര്യങ്ങളിലും ഇതേമാതിരി ഈ ആചാരങ്ങൾ നിലനിന്ന് പോകണം. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, പതിറ്റാണ്ടുകളായിട്ട് നടന്നു തുടങ്ങുന്ന എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കണം. അതുതന്നെയാണ് സുപ്രീം കോടതി ഈ സ്റ്റേയിലൂടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാരും ഇതിൽ ചെവിക്കൊള്ളണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രതിസന്ധി ഘട്ടത്തിൽ ഗുരുവായൂർ ദേവസ്വം അതേമാതിരി കൊച്ചിൻ ദേവസ്വം ബോർഡും എടുത്ത തീരുമാനം അത് വളരെ വിഷമകരമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചോളം. പക്ഷേ ഇപ്പോൾ ഞങ്ങളത് തിരുത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരു തീരുമാനത്തിന്. എന്താ വെച്ചാൽ ഗുരുവായൂർ ദേവസ്വത്തിന് 10-50 ആനകൾ മേലെ ഉള്ള സ്ഥലത്താണ് അവർ ഒരു ആനപ്പുറത്ത് ആചാരം നിർത്തിക്കൊണ്ട് ഉത്സവം നടത്താനായിട്ട് തീരുമാനിച്ചത്. അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇന്ന് സർക്കുലർ ഇറക്കിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ അതിനൊക്കെ മറികടന്ന് പരമോന്നത കോടതി ഇപ്പോൾ ഒരു ഉത്തരവിട്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുകയാണ്. കേരളത്തിലെ എല്ലാ ഉത്സവ ആഘോഷ പെരുന്നാൾ പള്ളി നേർച്ച എല്ലാവർക്കും വളരെ ആശ്വാസവും നൽകുന്നതും വളരെ വളരെ സുപ്രധാനവും ശക്തവുമായിട്ടുള്ളൊരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നതിനോടുള്ള ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രതിനിധിയാണ് ഇപ്പോൾ സംസാരിച്ചത്. അതിൻ്റെ ആ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് വേഗത്തിൽ പോകാം. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഹൈക്കോടതിയുടെ ഉത്തരവാകെയും സ്റ്റേ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി. അതിലൂടെ കോടതി നിർദ്ദേശിക്കുന്ന, പറയുന്ന, നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയിൽ സമീപിച്ചിരുന്നത്. ജസ്റ്റിസ് BV നാഗരത്ന, NK സിംഗ് എന്നിവരടങ്ങുന്ന ബെഞ്ച് അല്പം മുമ്പ് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിൽ പറയുന്നത് ഈ നാട്ടാന പരിപാലന നിയമം 2012 അതിന്റെ ചട്ടം, ആ ചട്ടത്തിന് പുറത്തുള്ള ഒരു നിബന്ധനയും പാലിക്കാൻ പറ്റില്ല, പാലിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് നിലവിലെ ചട്ടത്തിന് പുറത്ത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതൊന്നും പ്രായോഗികമല്ല, അതുകൊണ്ട് നടപ്പിലാക്കേണ്ടതില്ല എന്നാണ് സ്റ്റേ ഉത്തരവിലൂടെ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പം ആനകൾ തമ്മിലുള്ള അകലം 3 മീറ്റർ, അങ്ങനെ ഒരു പരിധി, അങ്ങനെ ഒരു സ്ഥലപരിധി പാലിക്കുമ്പോൾ സ്ഥലപരിമിതിയാണ് ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത് ദേവസ്വങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് എല്ലാം കോടതി പരിശോധിച്ചു. അത് കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഈ രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ ആനകളും നാട്ടാനകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഈ അകലമൊക്കെ ഈ നിലയിൽ വേണ്ടതുണ്ടോ, കൂടുതൽ അടുത്ത് നിൽക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ, അതൊക്കെ കാലോചിതമായി പരിഷ്കരിക്കേണ്ടതല്ലേ എന്ന നിലയിലുള്ള ആലോചന വന്നപ്പോൾ വിദഗ്ധരെ തന്നെ കേട്ടിട്ടാണ് ഹൈക്കോടതി അത്തരം മാറ്റങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ അതിപ്പോൾ സുപ്രീം കോടതി നിരാകരിച്ചിരിക്കുന്നു. 2012 നാട്ടാന പരിപാലന ചട്ടം അതാണ് അടിസ്ഥാന പ്രമാണം എന്നുള്ളതല്ലേ സുപ്രീം കോടതി ഈ സ്റ്റേ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്? പക്ഷേ ഹൈക്കോടതി പറഞ്ഞത്, സുപ്രീം കോടതി പറഞ്ഞത് 2012 നാട്ടാന പരിപാലന നിയമവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ചട്ടം അത് പാലിക്കണം എന്നുള്ളതാണ്. അതേ പാലിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അതിന് പുറത്തൊന്നും പാലിക്കേണ്ടതില്ല. ഈ ചട്ടം പാലിക്കണമെങ്കിൽ ചട്ടം ഭേദഗതി ചെയ്യാൻ ഹൈക്കോടതികൾക്ക് കഴിയില്ല.
അത് നിയമനിർമ്മാണ സഭകളാണ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടത്. അപ്പം Yes. നിലവിലിരിക്കുന്ന ഒരു ചട്ടം ഭേദഗതി ചെയ്തൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്ക് കഴിയില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് പ്രായോഗികമല്ല എന്നുള്ളതാണ്. കുറേ അതെ, നിയമനിർമ്മാണ അധികാരം എന്നുള്ളത് അത് ലെജിസ്ലേച്ചറിൽ നിക്ഷിപ്തമായതാണ്, അത് കോടതികളിലുള്ളതല്ല. ആ നിയമനിർമ്മാണത്തെ പരിശോധിക്കാനും അതിൻ്റെ നിയമസാധുത പരിശോധിക്കാനുമാണ് കോടതികൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം. ഈ തത്വമാണോ സുപ്രീം കോടതി ഹൈക്കോടതിയെ ഓർമ്മിപ്പിക്കുന്നത്? തീർച്ചയായും നിയമങ്ങളെയും ചട്ടങ്ങളെയും ഇന്റർപ്രറ്റ് ചെയ്യാൻ, വ്യാഖ്യാനിക്കാൻ മാത്രമേ കോടതികൾക്ക് അധികാരമുള്ളൂ. അതാണ് ചെയ്യേണ്ടത്. നിലനിൽക്കുന്ന ചട്ടത്തിന് പുറത്ത് കുറെ ചട്ടങ്ങൾ ഉത്തരവിലൂടെ കൊണ്ടുവരാം എന്ന് കരുതിയാൽ ഹൈക്കോടതിയിൽ നടക്കില്ല. ഹൈക്കോടതിക്ക് അതിന് അധികാരവുമില്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ കണ്ടെത്തൽ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിലിരിക്കുന്ന ചട്ടം 2012 നാട്ടാന പരിപാലന ചട്ടം, അതിനനുസരിച്ചാണ് ഇപ്പോൾ എഴുന്നള്ളിപ്പുകളും പൂരങ്ങളും പള്ളിപ്പെരുന്നാളുകളും എല്ലാം നടത്തുന്നത്. അപ്പൊ അതിനപ്പുറത്തേക്ക് ആ ചട്ടത്തിന് പുറത്ത് കുറെ നിബന്ധനകൾ കൊണ്ടുവന്നാൽ അത് നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളതാണ് പ്രാഥമികമായി കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റേ ചെയ്തത്. ഇനി വിശദമായ വാദം കേൾക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. സാലിയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.